Hello everyone, welcome to my YouTube channel. Hello guys, welcome my YouTube channel. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ പോകുന്നത് ചങ്ങനാശ്ശേരിയിലെ പാറയിൽ ആമ്പൽ വസന്തം കാണാനാണ്. അപ്പോൾ ഞങ്ങൾ പറാൽ സ്ഥലത്തെത്തി ഗൈസ്. നമ്മൾ പോകുന്ന ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നോക്കിയാൽ നമുക്ക് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ രണ്ട് കളറ് ആമ്പലുണ്ട്, വൈറ്റും പിങ്കും. നോക്കിയേ ഗൈസ്, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് പോകുന്നത്. പറാൽ അറക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തിലാണ് ഏക്കർ കണക്കിന് പാടങ്ങളിൽ ഈ ആമ്പൽ വിരിഞ്ഞിരിക്കുന്നത്. വാഴപ്പള്ളി പഞ്ചായത്തിൽ 22-ാം വാർഡിലാണ് ഈ ആമ്പൽ വസന്തം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിന്ന് നേരെ വന്നാൽ പറാലിൽ എത്താം. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന സ്ഥലത്തെത്താൻ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പാറാൽ ചങ്ങനാശ്ശേരി പാടശേഖരങ്ങളിലെ ആമ്പൽ വസന്തം ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരിടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോട്ടയം ആലപ്പുഴ പാതയിൽ ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള പാറാൽ ചങ്ങനാശ്ശേരി പാടശേഖരങ്ങളിലാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ചുവന്ന ആമ്പൽ കാഴ്ച വിരിയുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചുവപ്പണിഞ്ഞ പാടശേഖരങ്ങൾ കണ്ണെത്താ ദൂരത്തോളം വിരിഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ചുവന്ന ആമ്പൽ പൂക്കൾ കണ്ടൽ കാടുകളുടെയും ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന കാഴ്ച വർണ്ണാതീതമാണ്. അങ്ങനെ നമ്മൾ ഈ ബോട്ടിങ്ങിൻ്റെ പ്ലേസിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒരു കൂട്ടർ പോയിരിക്കുകയാണ്. അവർ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ പറാലിൻ്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമ്പൽ വസന്തം നടക്കുന്നത് വാഴപ്പള്ളി പഞ്ചായത്ത് വെസ്റ്റാണ്, ഓടറ്റിപ്പാടം. ഈ പാടത്തിൻ്റെ പേര് ഓടറ്റിപ്പാടം. ഇത് ടൈമിങ് രാവിലെ 6 മണി തൊട്ട് നോർമലി ഒരു 10 മണി വരെയാണ്.
പിന്നെ വള്ളം ഇവിടെ കാണും, യാത്ര ചെയ്യേണ്ടവർക്ക് വരാം. പിന്നെ ഏറ്റവും നല്ല ടൈം വിസിറ്റ് ചെയ്യാൻ നല്ല ടൈം രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയാണ്. ആ സമയത്ത് അമ്പലമൊക്കെ നന്നായിട്ട് വിടർന്ന് നിൽക്കും. അത് കഴിയുമ്പോൾ ഇത് ചുങ്ങിപ്പോവും. ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് എങ്ങനെയാ? വരാനുള്ള റൂട്ട് ചങ്ങനാശ്ശേരി സെൻട്രൽ വരിക, മാർക്കറ്റ് റോഡ്, പറാൽ കുമരങ്കിരി റോഡ് വരിക. ഇത് അമ്പലമുണ്ട് ഇവിടെ, SNDP അമ്പലമുണ്ട്. അത് കഴിഞ്ഞ ഉടൻ നേരെ കുമരങ്കിരി റോഡിന് വന്നാൽ മതി. ഗൂഗിൾ മാപ്പിലുണ്ട് പറാൽ അമ്പൽ വസന്തം എന്ന് അടിച്ചാൽ കിട്ടും. എന്ന് തുടങ്ങിയതായത്? ഇതിപ്പോ തുടങ്ങിയിട്ട് 1 മാസമായി, 1 മാസത്തിന് മേലെയായി. 1 മാസം കൂടി കാണും. വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം ആൾക്കാരൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ശനി ഞായറും ഭയങ്കര തിരക്ക്. ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അവിടെ കുമരങ്കേരി പള്ളിയാണത്. അവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ആമേൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കരുമാടിക്കുട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷോട്ട്. ഇവിടെ ഒരു ആടിന്റെ ഒത്തിരി പേരുണ്ട് മല്ലപ്പള്ളിയിൽ. SM-ന്റെ ഓണർ SM അറിയോ? വീട് നമ്മളെ അമ്പലം കൊണ്ട് വളയുന്നിടത്താ തിരിച്ചെന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അയച്ചു തരണം. ഇന്ന് 2 യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ചേർത്തലയെന്നൊക്കെ. ഞങ്ങളുടെ മലയിൽ നിന്ന് കുറച്ച് പേര് വരും. ബസ്സിന് വന്നോ? അവിടെ സന്തോഷം. അങ്ങനെ ബോട്ടൊക്കെ അടുപ്പിച്ച വള്ളം വരുന്നുണ്ട് ഗൈസ്. നോക്കിക്കേ, അവർ പോയവർ തിരിച്ചു വരുന്നുണ്ട്. അത് കരയോടടുപ്പിക്കുകയാണ്. വള്ളത്തിൽ നിന്നിറങ്ങിയ 2 സുന്ദരികളെയും ഒരു കുഞ്ഞു സുന്ദരിയും ഞാൻ പരിചയപ്പെട്ടു. അവരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല സ്നേഹമുള്ള 2 കുട്ടികളായിരുന്നു കേട്ടോ. ഇതാണ് ഗൈസ് ആ 2 സുന്ദരികളും കൊച്ചു സുന്ദരി. ഇവിടെ ഇരിക്കാവോ? ഇങ്ങനെ പോകുന്നത് ഫ്രണ്ട് അതാണ്. ഇതാണോ അവര് പോകാനുള്ള ഏറ്റവും ഫ്രണ്ടിലോട്ട് പോകും യൂട്യൂബർ കേട്ടോ. എവിടെ ഇരിക്കാം? ഇവിടെ ഇരിക്കാം. അങ്ങനെ അവരിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ ടേണായി. ഞങ്ങളെല്ലാവരും ബോട്ടേ കയറുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ആകർഷണീയത എന്ന് പറയുന്നത്
നമ്മുടെ ഈ വള്ളത്തിലുള്ള യാത്രയാണ്. ആമ്പൽ പൂക്കൾക്കിടയിലൂടെ ചെറിയ വള്ളങ്ങളിൽ സവാരി നടത്താനുള്ള സൗകര്യം പ്രാദേശികമായി ലഭ്യമാണ്. പൂക്കൾക്കിടയിലൂടെയുള്ള ഈ യാത്ര മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കും. പിന്നെയും കിടത്ത് വരും. അത് കണ്ടോ, അവിടെ കണ്ടോ? കാണത്തില്ലല്ലോ, അവിടെ ഇറക്കുമ്പോ ഇപ്പൊ ചൊങ്ങാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, ഇതങ്ങത് വാടാൻ തുടങ്ങി. വാടുമല്ല, അത് ചൊങ്ങും. 10 മണിയായില്ലേ, 10 ആവാറായി. 7:30. കരിമാടിക്കുട്ടൻ്റെ ചെറിയൊരു ഷോപ്പ് ഇവിടെ. ഞാൻ അടുത്തൊന്ന് അത് കുമരങ്ങേരി പള്ളിയാണ്. അത് നമ്മുടെ ആമേൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത പള്ളിയാണ്. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ ചെറിയൊരു ഷോട്ട് നമ്മുടെ കരിമാടിക്കുട്ടൻ്റെ സിനിമയ്ക്കും എടുത്തിട്ടുണ്ട്. ഒന്നാം പറഞ്ഞൊരു വീഡിയോ എടുക്കുന്നു.
ഫോട്ടോഗ്രാഫിക്കും റീൽസിനും ഇൻസ്റ്റാഗ്രാം റീൽസിനും യൂട്യൂബ് വ്ളോഗുകൾക്കും ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ ഏറ്റവും മികച്ചൊരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. അപ്പം ഗൈസ് നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇവർ കുറച്ച് നേരം നിർത്തും. ഈ സൈഡിൽ നമ്മൾ ഒത്തിരി ദൂരം കടന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ നിർത്തിയിട്ട് ഇവിടെ നമുക്ക് ഇച്ചിരി നേരം വിശ്രമിക്കാനുള്ള ടൈം തരും. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് പോകുന്നത്. നിർത്തുന്നിടത്തൊക്കെ ഒരുപാട് അമ്പലപ്പൂവുണ്ട്. ഇവിടെ കാണാൻ നല്ല രസമാണ് ലാസ്റ്റ് പ്ലേസിൽ കാണാൻ. സ്ഥലത്തിന്റെ പേരെന്നാ? ഓടേറ്റി വടക്കേ ബ്ലോക്ക്. ഓക്കെ. വാഴപ്പള്ളി പടിഞ്ഞാറ്. ഓക്കെ. വാഴപ്പള്ളി വില്ലേജ് തന്നെയാണ്. അമ്മയുടെ പേരെന്നാ? ത്രേസ്യ. എവിടെയാണ് താമസിക്കുന്നത്? വിൽക്കാൻ പോകും വേണേ മേടിച്ച്. ഇവിടെ ഒരു ഫോറസ്റ്റ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല സ്ഥലമല്ലേ? നല്ല രസമല്ലേ കാണാന്? സ്ഥലമൊക്കെ നല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് നെല്ലുപുഴുക്കൊക്കെ ഉണ്ടായിരുന്നു. നികത്തിയത്. അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആമ്പലുണ്ട്. കൃഷി നല്ല കൃഷി. എല്ലാവിധ മരങ്ങളും ഉണ്ടാക്കി തരാൻ കഴിയില്ലാത്ത മനുഷ്യർ. ഇഷ്ടപ്പെട്ട സ്ഥലം അമ്മച്ചിക്ക് അല്ലേ? എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഈ സ്ഥലത്ത് വന്നിട്ട് 82 വന്നതാണ്. പപ്പ മരിച്ചിട്ട് 30 വർഷമായി. പിള്ളേർ 3 പേരുണ്ടായിരുന്നു. ഒരാളെ എല്ലാവരെയും കെട്ടുകയും ചെയ്തവരൊക്കെ ഇവിടെ കേണ്ടിയില്ല. ഒരു മോള് മാമൂട്ടിലുണ്ട്. ഇപ്പം ജോലി വേണ്ടെന്ന്. മോളും മോനും അല്ലേ? ഒരു ഇളയത് മോനെ, മൂത്തത് 2 പെൺപിള്ളേർ. 3 പേർക്ക് 2 മക്കള്. അപ്പൊ കണ്ടതിൽ സന്തോഷം അമ്മച്ചി. ഇനി വരുവാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. വിൽക്കാൻ ധൃതിയൊക്കെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളോടായിട്ട് പറയുക. നമ്മൾ ശരി. ഞങ്ങളുടെ പപ്പയാണ് ആ റോഡ് പണിയിച്ചത്. പിന്നെ മേച്ചേരി മില്ലി കണക്കെഴുത്തായിരുന്നു. മിലിറ്ററി പോയതാ. അപ്പം പുള്ളിക്ക് വെറുതെ. എത്ര സെന്റ് സ്ഥലമാണ് അമ്മച്ചിക്ക്? ഇത് നമ്മൾ അവിടെ കയറിയില്ലേ? അവിടെ തൊട്ട് ആ വീടിൻ്റെ അവിടം വരെ വിൽക്കാനല്ലേ? 3 ഏക്കർ നിലമുണ്ട്. നിലം മാത്രം? സ്ഥലവും നിലവും കൂടെ? അപ്പൊ ഇവിടെ സെന്റിനൊക്കെ എത്ര? ഇത് നമ്മള് നേരത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ഒരു ശാലം. ഇത് ഇപ്പോൾ അവിടെ വടക്കേണ്ടി ഭയങ്കര വെള്ളമല്ലേ? മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പൊ ശരി അമ്മച്ചി, കണ്ടതിൽ സന്തോഷം. അമ്പൽപ്പൂ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് അമ്പൽപ്പൂ. സൂപ്പർ പൂവാണ്. നോക്കിക്കേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എല്ലാവരും.
ഇവിടെ പറാലിന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു. പേരെന്ന് പറഞ്ഞേ? ജെയിൻ. 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 എവിടാ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ് പറാല്, അമ്പലത്തിന്റെ ബാക്കിലാണ്. ഏത് വീട്ടിലെ തൈപ്പറമ്പിൽ. ഇല്ല, ടോമിച്ചന്റെ അതാ എനിക്കറിയാൻ ടോമിച്ചിനൊക്കെ പപ്പാല് ഈ റോഡ് ഉണ്ടാക്കാൻ മേച്ചെടുക്കും. പേരൊന്നും കൂടെ പറഞ്ഞ പേര്? എന്റെ പേര് ജെയിൻ. ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ജെയിനാണ് എല്ലായിടം കൊണ്ട് കാണിച്ചത്. ആർക്കെങ്കിലും ഈ സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ജെയിനെ കോണ്ടാക്ട് ചെയ്യാം. ഓൺലി 100 റുപ്പീസേ ഉള്ളൂ ബോട്ടിംഗ് ചാർജ്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പൂക്കളും പല വെറൈറ്റിയുള്ള പൂക്കളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം, ഇവരെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഗൈസ്, ഞങ്ങളോടുള്ള ഫ്രണ്ട്സുകളാണ് ഇത് ഫുള്ള് യാത്ര ചെയ്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് താമരയെല്ലാം കണ്ട് എല്ലാ സ്ഥലവും കണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി ഞങ്ങളെല്ലാം വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. കാണുന്നതാണ് ഇവിടുത്തെ നമ്പർ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Don't forget to like and subscribe if you enjoyed the video and hit the bell icon. Thank you.